ഭൂമി ഉണർന്നു കാണോ? ഇത് എന്റെ വീട് തന്നെയാണോ? തല്ലണോ എന്നാണോ അതോ കൊല്ലണോ എന്നാണോ തോന്നുന്നത്? ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസർ അല്ലേ, ശിക്ഷിച്ചോളൂ. ആ അല്ലെങ്കിലേ വിളിക്ക്, മദ്യപാനി അസോസിയേഷനൊക്കെ ഉണ്ടല്ലോ. എനിക്ക് ആകെ ഒരു കുഞ്ഞു കോഫി ഹൗസ് ആണ് ഉള്ളത്, അതങ്ങ് തല്ലി തകർക്കാൻ പറ. സത്യത്തില് ഇത് അപ്പു ആണോ അതോ ഭൂമിയാണോ? ഭൂമി. പക്ഷേ ഉടനെ അപ്പു ആവും. രണ്ടും ആയിക്കോട്ടെ. അപ്പു ആയാലും ഭൂമി ആയാലും ദേ ഈ വീട് തല്ലി തകർത്താലും സത്യദാസ് ഒന്നും ചെയ്യില്ല. എന്തേ? ഇഷ്ടം കൊണ്ടാണോ അതോ സ്നേഹം കൊണ്ടോ? അതൊക്കെ മേലെ. അല്ല, ചായ തണുത്തിരുന്നോ? ഇല്ല. ആ അതൊക്കെ പോട്ടെ, ഇന്നലെ ഉറങ്ങിയില്ലല്ലേ? ഈ വീടങ്ങ് മ്യൂസിയം പോലെ ആക്കിയല്ലോ. ഇപ്പൊ മ്യൂസിയം, ഇനി ഇത് ഞാൻ സ്വർഗമാക്കും. റെഡിയായി കഴിഞ്ഞോ? കോഫീസിലേക്കുള്ള സ്നാക്സ് ഒക്കെ ഉണ്ടാക്കണം. അല്ല, സാറിന്റെ സെർവന്റ് ഇന്ന് വരില്ലേ? ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. അയാള് വരും. അപ്പോ ഭൂമിക്കോ? വീട്ടിലെത്തിയിട്ട്. ഭൂമി, ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത 12 മണിക്കൂർ എന്റെ അപ്പുമോളോടൊപ്പം. എനിക്കും സന്തോഷം. ആ പിന്നെ സാർ, ഈ ഡ്രസ്സ്
അപ്പുവിന്റെ അമ്മയുടെ അല്ലേ? ഇത് ഞാൻ എടുത്തോട്ടെ. 12 മണിക്കൂർ തികഞ്ഞില്ല. എന്നാലും ഞാൻ അപ്പുവായിട്ട് ചോദിക്കാം. അമ്മയുടെ ഓർമ്മയ്ക്ക്. ചോദിക്കേണ്ടതില്ല. ഞാൻ കാണിച്ച അലമാരിയിലെ എല്ലാ ഡ്രസ്സും എടുത്തോളൂ. അയ്യോ, അത് വേണ്ട സർ. ആയിക്കോട്ടെ. അമ്മ, ഇതൊക്കെ സൗഭാഗ്യവരത്ത് കൊണ്ടുപോയി ശോഭയെ ഏൽപ്പിച്ചാ പോരെ? അജയ് വരുമ്പോ വിശ്വസിക്കാനായിട്ടെ കുറച്ച് പ്രോപ്പർട്ടി ആയി കിടക്കുന്നത് നല്ലതാ. അതവൻ വരുമ്പോ പോരെ? അവൻ എപ്പോഴാ വരുന്നതെന്ന് അറിയണ്ടേ? വരുന്നതിന് മുമ്പ് വിളിക്കാൻ അപ്പച്ചി പറഞ്ഞിട്ടുണ്ട്. ആണോ? ആ, അപ്പൊ സമയമുണ്ട്. എന്തായാലും നമുക്ക് ഈ ദരിദ്രവാസി ലുക്കിൽ തന്നെ നിക്കാം. അമ്മേ, അമ്മ ആരെയാ ഇടക്കിടക്ക് വിളിക്കുന്നേ? അതോ, അതെന്റെ ഒരു ഫ്രണ്ടിനെയാ. അമ്മ മാറിയെന്നാണല്ലോ വിളിക്കുന്നേ. അത് പിന്നെ നിന്നെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാനാ. എനിക്കെന്ത് ഡിസ്റ്റർബൻസ്? എനിക്ക് തോന്നിയതേ എന്തോ ഗൂഢാലോചനയാണെന്ന്. അതെ, എന്നെ കെട്ടാൻ ഒരാള് തയ്യാറാന്ന് പറഞ്ഞു. ഞാൻ അയാളോട് സംസാരിച്ചോണ്ടിരിക്കുന്നെ. ഓ, അയാൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചോ? എന്ന് വെച്ചാ? അല്ല, അമ്മയെ കെട്ടിക്കഴിഞ്ഞാ എന്തായാലും ഇത് വേണ്ടി വരും. തീരുമാനം ഫൈനലാവുമ്പോഴേ എന്നെ ഒന്ന് അറിയിക്കണേ. അയാൾക്കൊരു റീത്ത് മേടിച്ചു വെക്കാനാ. അവൻ വരുന്നു. ഇത്രയും ദരിദ്രമായ വീട്ടില് എന്തിനു വന്ന് താമസിക്കണം? ആവശ്യത്തിന് ബാങ്ക് ബാലൻസ് അമ്മായിക്ക് വേണ്ടതാണല്ലോ. അത് മതിയാകാതെ വന്നാൽ മുത്തച്ഛി കൊടുക്കുമല്ലോ. ആരാ? വെയിറ്റ് ചെയ്യേ, ദേ വരുന്നു. അജയാണോ? ആരെ ബെല്ലടിച്ചെന്ന് മനസ്സിലായില്ല. അല്ല, ആര് പറഞ്ഞു ഞങ്ങൾ ഇവിടെ താമസിക്കുന്നതെന്ന്? അഞ്ജന എവിടെ? അവളകത്തുണ്ട്. അജയ് തല്ലിയ ശേഷം പരിഭവത്തില. ഞാൻ ബോധപൂർവം ചെയ്തതല്ല. അഞ്ജനെ കാണണോ? മോളെ അഞ്ജനെ, ഇതാരാ വന്നിരിക്കുന്നത് നോക്കി. ഇതെന്ത് വേഷമാ? നിനക്ക് ദണങ്ങളുണ്ട്. ഇത് കണ്ടിന്യൂ ചെയ്യാവുന്നതാ. ഇതാണ് നിന്റെ ഒറിജിനൽ രൂപം. വെറുതെ കോസ്മെറ്റിക്സ് ഒക്കെ വാങ്ങി കാശ് കളയണോ? കുളിക്കുമ്പോ അതൊക്കെ അങ്ങ് പോവില്ലേ? നീ എന്നെ ട്രോളാൻ വന്നതാണോ? അജി വന്നതിന് എന്തെങ്കിലും? മുത്തശ്ശി പറഞ്ഞു നിങ്ങൾ വിളിച്ചോണ്ട് വരണമെന്ന്. മുത്തശ്ശി നിരാഹാരവാ. അങ്ങോട്ട് വന്നാ നീ എന്നെ തല്ലി ചതക്കില്ലെന്ന് എന്താ ഉറപ്പ്?
ഓരോ ഉറപ്പുമില്ല. എന്ന് വെച്ചാ ഇനിയും തല്ലുവന്നല്ലേ? നമുക്ക് രണ്ടുപേർക്കും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. ഞാൻ തല്ലാതിരിക്കാനും നീ തല്ലു കൊള്ളാതിരിക്കാനും. നിങ്ങളെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. ആ, ആലോചിച്ചിട്ട് വിളിച്ചാൽ മതി. കുളവാക്കല്ലേ, ചെല്ല. അജയ്, ഉം. നീ സീരിയസ് ആയിട്ട് എടുത്തോ? അപ്പോഴേക്കും നീ വിളിച്ചാ ഞാൻ എവിടെ വേണമെങ്കിലും വരില്ലേ? ഉം. നിങ്ങളുടെ വിവാഹത്തിനൊരു ഉറപ്പ് വേണമെന്ന് അഞ്ജന പറഞ്ഞിരുന്നു. ആ, അതിനെന്തിനാ ഉറപ്പ്? നിനക്കെന്നെ വിശ്വാസമില്ലേ? അല്ല ജയ്, എന്നാലും അമ്മേ, ഇവൻ എന്നെ അല്ലാതെ ആരെ കെട്ടാനാ? എനിക്ക് വിശ്വാസം അമ്മേ. ഞാൻ എത്തിയാലേ നമുക്കൊരു ഔട്ടിങ്ങിന് പോവാം. ഒന്ന് ചുറ്റിക്കറങ്ങാം. ഞങ്ങൾ റെഡിയാകാം. വാ അമ്മേ. അതെ, അവൻ നിന്നെ കെട്ടാന്ന് പറഞ്ഞില്ല. അവന്റെ ഡയലോഗിന്റെ അർത്ഥം അത് തന്നെയല്ലേ അമ്മേ? അവന് വിശ്വാസം ഇല്ലേന്ന്. അമ്മ വാ, വേഗം സൗഭാഗ്യപുരത്തെത്തണം. നന്നായിട്ട് ഭക്ഷണം കഴിക്കണം, ഉറങ്ങണം, ആഘോഷിക്കണം. ഇവിടെ കിടന്ന് നിറയിക്കാൻ ഞാനില്ല. വന്നേ. എന്താടി നിനക്ക്? നീ എന്താ സ്വപ്നം കാണാണോ? അല്ലമ്മേ, ഞാൻ ആലോചിക്കായിരുന്നു, ഒറ്റ ദിവസം കൊണ്ടൊക്കെ മനുഷ്യന്മാർ ഇങ്ങനെയാവോ? മനസ്സിലായില്ല. അല്ല, ഭവാനി ആന്റിയുടെയും അഞ്ജനയുടെയും കോലം കണ്ടില്ലേ? അവര് താമസിക്കുന്ന വീടും അങ്ങനെ തന്നെ. അവർക്ക് രണ്ടുപേർക്ക് എന്തിന്റെ കുറവാ? കാശിന് കാശുണ്ട്, ഡ്രസ്സിന് ഡ്രസ്സുണ്ട്. ഇതവരെ കരുതിക്കൂട്ടി വേഷം കെട്ടി അഭിനയിക്കുന്നതാ. എന്തിനവരങ്ങനെ അഭിനയിക്കണം? മുത്തശ്ശിയുടെ മനസ്സലിയിക്കാൻ, അല്ലാതെ എന്തിനും. ഇതെന്താ നീ അവിടെ ചെന്നപ്പോ പറയാതിരുന്നത്? ഇപ്പോഴാണോ നിനക്ക് ബോധം വന്നത്? അപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു. ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ആ ദേ അവര് വന്നു. 2 പൂമാലയും ബൊക്കെ വാങ്ങണമായിരുന്നു, മറന്നുപോയി. ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിൽ പങ്കെടുത്താലേ 2 പേർക്കും പ്രൈസ് ഉറപ്പാ. നീ ഒന്നും മിണ്ടാതിരിക്കടി. ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിൽ പങ്കെടുത്താലേ 2 പേർക്കും പ്രൈസ് ഉറപ്പാ. നീ ഒന്നും മിണ്ടാതിരിക്കടി. ഭവാനി, ഞങ്ങള് കാത്തിരിക്കായിരുന്നു. പേടിപ്പിച്ചു കളഞ്ഞു ഞങ്ങളെ. മോളെ അഞ്ജനെ, നീ എന്റെ മോനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഇപ്പോഴാ ഞങ്ങൾക്ക് മനസ്സിലായത്. അജയ് ഇത് മനസ്സിലാക്കാത്തതാണ് എന്റെ സങ്കടം. ഇപ്പൊ മനസ്സിലാക്കിയല്ലോ, ഹാപ്പി ആയില്ലേ? സംഗീത, അമ്മ എവിടെ? മുറിയിലുണ്ട്. നിങ്ങൾ വന്നാലേ ഭക്ഷണവും വെള്ളവും കഴിക്കൂന്നുള്ള വാശിയിലമ്മ. ചെന്ന് കാണ്, സമാധാനാവട്ടെ. എന്തായാലും ഒടുക്ക നിന്റെ മനസ്സ് മാറ്റിയല്ലോ, സന്തോഷം. അപ്പൊ നീ അഞ്ജനെ കെട്ടാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? ഏയ് ഇല്ല, ഞാൻ അന്ന് പറഞ്ഞ വാക്കിന് ഒരു മാറ്റവും ഇല്ല. ഞാൻ അവളെ വിവാഹം കഴിക്കില്ല. ഞാനിങ്ങനെ പറഞ്ഞെന്ന് ആരോടും ചെന്ന് പറയരുത്. ഞാൻ പറഞ്ഞറിഞ്ഞില്ലെങ്കിലും എപ്പോഴായാലും ഇതെല്ലാരും അറിയും. അപ്പൊ പ്രശ്നമാവുമല്ലോ. അപ്പൊ ഞാൻ ആരുടെ ഭാഗത്ത് നിൽക്കും? നീ ആരുടെ ഭാഗത്ത് നിൽക്കുന്നുവോ അവരുടെ ഗതി അതോ ഗതിയാണ്. അതുകൊണ്ട് നീ അവരുടെ കൂടെ തന്നെ നിന്നോ. നന്നായി അഭിനയിച്ചേക്കണേ. അത് പിന്നെ പ്രത്യേകം പറയണോ?
മുത്തശ്ശി, ഞാനാ അഞ്ജന. വാതില് തുറക്കും മുത്തശ്ശി. അമ്മ തുറക്കുന്നില്ലല്ലോ. ആ. എന്തൊരു വേഷമാ മക്കളെ ഇത്. ആ, ഒരു വാശിപ്പുറത്തൊരു കത്ത് എഴുതി വെച്ച് രണ്ടുപേരും ഇറങ്ങിപ്പോയി. പോകുമ്പോ ഇങ്ങനൊരു മുത്തശ്ശി ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ രണ്ടുപേരും മറന്നുപോയി അല്ലേ? അമ്മയെ മറക്കാനോ? ഞങ്ങക്ക് സഹിക്കാൻ പറ്റില്ലമ്മേ. അത്രയ്ക്ക് വേദന ഉണ്ടാക്കി. അതാ ഞങ്ങൾ പോയത്. അമ്മയെ വിഷമിപ്പിച്ചതിന് ഞങ്ങളോട് ക്ഷമിക്കുമേ. ഞങ്ങൾ പോയ ശേഷം ഭക്ഷണം കഴിച്ചിട്ടില്ല അല്ലേ? ഞങ്ങൾക്ക് വേണ്ടി പട്ടിണി കിടന്നു അല്ലേ? എന്തിനാ അമ്മേ അങ്ങനെയൊക്കെ ചെയ്യാൻ പോയത്? മെഡിസിനും ഭക്ഷണവും ഒക്കെ കൃത്യസമയത്ത് കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ? എന്തെങ്കിലും സംഭവിച്ചു പോയാ ഞങ്ങൾക്ക് പിന്നെ ആരുണ്ട്? ഈശ്വര, അല്ല മോളെ, നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത് അജയ് തന്നെയല്ലേ? അതെ. നിന്നെ കല്യാണം കഴിക്കാമെന്നും പറഞ്ഞില്ലേ? പറഞ്ഞു. സന്തോഷായില്ലേ മോക്ക്? സന്തോഷായി. താങ്ക്സ്. അയ്യോ, മോളെ, ഈ വീട് നിങ്ങളുടേത് കൂടിയാ. അക്കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? എനിക്ക് വലിയ വിഷമമായി പോയി മോളെ. ഇനി ഇങ്ങനെങ്ങാനും കാണിച്ചാൽ ഞാൻ പിന്നെ നിങ്ങളോട് ഒരിക്കലും മിണ്ടത്തില്ല. അമ്മേ മാപ്പ്. സോറി മുത്തശ്ശി. പോട്ടെ മോളെ. ഇനി ഞങ്ങൾ അമ്മയെ വിട്ട് എങ്ങോട്ടും പോവില്ല. ആ, ഇനി നിന്റെ അജയുടെയും വിവാഹ നിശ്ചയം അതെന്തായാലും നീട്ടിക്കൊണ്ടു പോകുന്നില്ല. എത്രയും പെട്ടെന്ന് മുത്തശ്ശി അത് നടത്തും. ഇനി അമ്മയ്ക്ക് ഭക്ഷണം കഴിക്കാലോ. അമ്മ വാ, ഞാൻ വിളമ്പിത്തരാം. എന്റെ പൊന്നു മോളെ, ഈ വേഷത്തിൽ നിങ്ങളെ കാണുമ്പോ എനിക്ക് വിഷമം തോന്നുക. നിങ്ങൾ പോയി കുളിച്ച് വസ്ത്രം മാറി വാ, എന്നിട്ട് നമുക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. ശരി അമ്മേ. ചെല്ലു മോളെ. എന്റെ ഭഗവാനെ കൃഷ്ണ, എല്ലാം നിന്റെ തന്നെ നിശ്ചയം. നിശ്ചയം കഴിഞ്ഞ 1-2 മാസം കഴിഞ്ഞായിരിക്കും അല്ലേ കല്യാണം? അല്ലേ അമ്മേ? 1-2 മാസോ? നിശ്ചയം കഴിഞ്ഞ ഒരു 6-7 ദിവസത്തിനുള്ളിൽ കല്യാണം നടത്തണം. അതൊരു ചെറിയ ടൈം അല്ലേ അമ്മേ? ഒരുക്കങ്ങളൊക്കെ നടത്തണ്ടേ? അത്രയും ഒരുക്കങ്ങളൊക്കെ മതി. ഇപ്പൊ അജയ് വിവാഹത്തിന് സമ്മതിച്ചിരിക്കുക. ഓന്തിന്റെ സ്വഭാവം അവന്. അവന്റെ മനസ്സ് എപ്പോ വേണമെങ്കിലും മാറാം. അതുകൊണ്ട് നിശ്ചയം കഴിഞ്ഞ ഉടനെ തന്നെ കല്യാണം. എല്ലാം അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്യ. ഞാനൊന്നും പറയുന്നില്ല. നീ മുത്തശ്ശിയും വല്യച്ഛനെ സോപ്പിടണം. പിടിവിടരുത്. എല്ലാം അവരുടെ കയ്യിലാ, അത് ഓർമ്മ വേണം. ഈ വിവാഹം കൊണ്ട് ഞാൻ ലക്ഷ്യം വെക്കുന്നത് ഭൂമിയെയാ. അവളെന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ അവനുമായിട്ട് പ്രണയത്തിലാണെന്ന്. അവനും പറഞ്ഞു നിശ്ചയത്തിന്റെ അന്ന് അവളുടെ കയ്യിൽ മോതിരിടുമെന്ന്. അവൻ മോതിരം ഇടും, അത് എന്റെ വിരലിലായിരിക്കുമെന്ന് മാത്രം. നിന്റെ അജയുടെയും വിവാഹ നിശ്ചയം കഴിയട്ടെ. അവളെ ചെന്നൊന്ന് കാണുന്നുണ്ട്. എന്താടോ പറയേ? ഞാൻ വിളിച്ചിട്ട് എന്താ മാഡം ഫോൺ എടുക്കാത്തെ? ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. കാര്യം പറയേ. മാഡം, ചെറിയൊരു അബദ്ധം പറ്റി. എന്തോന്ന് അബദ്ധം? ഞാൻ ഭൂമിയെ കൊല്ലാൻ അമ്പലത്തിൽ വെച്ചൊരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ മാഡത്തിന്റെ ഒരു ബന്ധുവില്ലേ, ആ പഴയ പോലീസുകാരൻ, അയാൾ ആ സമയത്ത് അവിടെ വന്നു. ഞങ്ങൾ തമ്മിൽ ചെറിയൊരു അടിപിടിയുണ്ടായി.
അയാൾ എന്നെ കണ്ടു. എടോ, താൻ എന്നെ കൊലയ്ക്ക് കൊടുക്കുവോ? ഒരു വിധത്തിൽ ഇങ്ങോട്ട് തിരിച്ചു കയറി വന്നതേ ഉള്ളൂ. തന്നെ തിരിച്ചറിഞ്ഞോ? സാധ്യത കുറവാ. എന്തായാലും തൽക്കാലം താനൊന്ന് മാറി നിൽക്ക്. കുറച്ച് ദിവസം അധികം പുറത്തേക്കൊന്നും ഇറങ്ങണ്ട. എന്തായാലും അയാളൊരു പോലീസുകാരനാ. എന്തെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ വിളിച്ചോളാം. താൻ എന്നെ ഇങ്ങോട്ടേക്ക് വിളിക്കണ്ട. ശരി മാഡം. അമ്മയെ പുറത്തിറക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയുണ്ട് എനിക്ക്. ആ പ്രതീക്ഷയിലാണ് ഞാൻ കഴിയുന്നത്. ദേ, എന്ത് പറഞ്ഞാലും നീ സന്ധ്യക്ക് എത്തിയിരിക്കണം. അമ്മയാ പറയുന്നേ. അപ്പോ ഇവിടെ പൂജയല്ല നടക്കുന്നത്, എന്റെ എൻഗേജ്മെന്റ് ഫംഗ്ഷനാണ്.